Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Yes. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു? HMISന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലേ? എവിടെ വരെയല്ലേ എടുത്തത്? Yes, ma'am. യെസ്. അപ്പോ എന്താ പറയാ, നമ്മളുടെ ഹോസ്പിറ്റൽസിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് സിസ്റ്റം, അതിനകത്ത് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ആയിട്ടുള്ളത്, ഹ്യൂമൻ റിസോഴ്സുമായിട്ടുള്ളത്, അതുപോലെ തന്നെ ബില്ലിങ്, സ്റ്റാഫിന്റെ കാര്യങ്ങൾ അല്ലെ, അവരുടെ സാലറി മറ്റു കാര്യങ്ങളൊക്കെ അവരെ സ്കെഡ്യൂൾ ചെയ്യുന്നത്, ഓരോ പേഴ്സണൽസിനെ, ഓരോ സ്റ്റാഫിനെയും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ നഴ്സസ് എന്താ പറയാ അവരുടെ സ്കെഡ്യൂള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ ഹോസ്പിറ്റൽസിൽ ഇൻഫോർമേഷൻ സിസ്റ്റം ആയിട്ടുണ്ട്. ഇതെല്ലാം മാനേജ് ചെയ്യണം, ഇതെല്ലാം കൃത്യമായിട്ട് ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്ത് വയ്ക്കണം. പിന്നെ അത് മാത്രമല്ല റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റവന്യൂ എവിടെ നിന്നാണ് നമുക്കറിയാം, ഇറ്റ്സ് കളക്ടഡ് ഫ്രം ദ പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന പൈസയാണ്, അല്ലെങ്കിൽ അതാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളും എന്താ പറയാ നമുക്കവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും അല്ലെ. റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ ആൻ ഇൻക്രീസ്ഡ് ഇമ്പോർട്ടന്റ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ ഏറ്റവും മാനേജ് ചെയ്യേണ്ട മറ്റൊരു മേഖലയാണ് അല്ലെ റവന്യൂ. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് റവന്യൂ സൈക്കിളിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ട്സ് റിസീവബിൾ ഫോളോ അപ്പ്. അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താ? amount which is to be collected from the patients. ഇതിപ്പോ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവർക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോഴായിരിക്കും കംപ്ലീറ്റ് ബില്ലൊക്കെ നമുക്ക് പേ ചെയ്ത് കിട്ടുക അല്ലെ. അപ്പൊ അതുവരെയും അതവരുടെ ഡ്യൂ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാനുണ്ട്, റിസീവബിൾ ആണ്, കിട്ടാനുള്ളത് എന്നുള്ളതാണ്. അപ്പൊ പേഷ്യൻസിൽ നിന്ന് ഇങ്ങോട്ട് കളക്ട് ചെയ്ത് കിട്ടാനുള്ളതിന്റെയൊക്കെ കണക്കുകൾ വേണം. പിന്നെ പേഷ്യൻസിൽ നിന്ന് കിട്ടിയതിന്റെ കണക്കുകൾ വേണം, അതിന്റെ കളക്ഷൻസ് വേണം. പിന്നെ റിപ്പോർട്ടിംഗ് ആൻഡ് ബെഞ്ച് മാർക്കിംഗ്, ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട്സ്, അതുപോലെ തന്നെ ബെഞ്ച് മാർക്കിംഗ് എന്ന് വെച്ചാൽ വിച്ച് എന്താ പറയാ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ മറ്റ് ഹോസ്പിറ്റൽസിൽ നിന്നോ ഒക്കെയുള്ള ഒരു ചെറിയ ഒരു ഗുഡ് വിൽ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒരു അസറ്റ് ആണ്. ഇറ്റ്സ് ഓൾസോ എ റവന്യൂ ടു ദ ഓർഗനൈസേഷൻ. ഹോസ്പിറ്റൽ പോലുള്ള വലിയ വലിയ സംരംഭങ്ങൾക്ക് മറ്റുള്ള ഹോസ്പിറ്റൽസിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ് വിൽ ഉണ്ടാകുക, ബെഞ്ച് മാർക്കിംഗ് ഉണ്ടാകുക കമ്പയർഡ് ടു അതർ ഹോസ്പിറ്റൽസ്. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു റവന്യൂ രീതി തന്നെയാണ്. പിന്നെ ചാർജ് കിട്ടാനുള്ളത്, മറ്റേതെങ്കിലും തരത്തിലുള്ള ചാർജസ് ടെസ്റ്റിങ്ങിന്റെ ആകാം, പേഷ്യൻസിന്റെ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡുകളൊക്കെ ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ റേഡിയോളജി നടത്തി അതിന്റെയൊക്കെ കിട്ടാനുള്ള ചാർജുകള്. പിന്നെ കോഡിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ, അതിന്റെയൊക്കെ റിവ്യൂസ്, പല കാര്യങ്ങളും കോഡ് ചെയ്യാനും അത് ഡോക്യുമെന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. മാനേജ്ഡ് കെയർ, അതായത് ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന് അവർക്ക് കൊടുക്കുന്ന കെയർ, അവിടെ ഒരു കോൺട്രാക്ട്, അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ട്. ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റല് ആ വരുന്ന പേഷ്യൻസിന് ക്വാളിറ്റി കെയർ കൊടുക്കാം എന്നുള്ള ആ കോൺട്രാക്ട്, അതിന്റെ കെയറിംഗ് എത്രത്തോളം മാനേജ് ചെയ്യണം അതും നോക്കണം. പിന്നെ ഡിനയൽ മാനേജ്മെന്റ് ഓഫ് ക്ലെയിംസ്, ഇനി ഏതെങ്കിലും തരത്തിലുള്ള ക്ലെയിംസ് ഒക്കെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒക്കെ ഉള്ള മെഡിക്ലെയിം ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിൽ എന്തെങ്കിലും ക്ലെയിമുകളൊക്കെ എന്താ പറയാ ഡിനയൽ ആയിട്ട് പോയിട്ടുണ്ടോ, അതായത് ഇന്ന പേഷ്യൻസ് ആ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഡിസീസിന് ആൾക്ക് ആ ക്ലെയിം കിട്ടില്ല, അപ്പൊ അത് ഡിനൈ ചെയ്ത് പോകും. ഇൻഷുറൻസ് കമ്പനിക്കാർ പറയില്ല അത് കിട്ടില്ല എന്നുള്ള രീതിയിൽ പറയാനില്ല, അതെന്താണ് അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ പേയ്മെന്റ് പോസ്റ്റിംഗ്, ഏതെങ്കിലും പേഷ്യൻസിന്റെ പേയ്മെന്റ് ഇനി പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതാ പിന്നീട് തരാമെന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതാണ് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്. അതും ഹോസ്പിറ്റൽസിൽ ഉണ്ട്.
അപ്പൊ അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റിൽ വരുന്നത്. അടുത്ത നമുക്ക് എന്തായാലും കൃത്യമായിട്ട് പഠിക്കാനുള്ളതാണ്. അടുത്ത പാർട്ട് എന്താണ്? ആപ്ലിക്കേഷൻസ്. ഹോസ്പിറ്റലിനകത്തുള്ള ഇൻഫോർമേഷൻ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്ന പല മേഖലകള് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്തായിരിക്കും? മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ. പേഴ്സണൽ ആരാണ്? ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഇറ്റ് ഈസ് ദ മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അതായത് ഇൻഫർമേഷൻ അബൌട്ട് ദ സ്റ്റാഫ്, അവരുടെ സാലറി, അവരുടെ ബെനിഫിറ്റ്, അവർക്ക് വേണ്ട ട്രെയിനിങ്, അവരുടെ എഡ്യൂക്കേഷൻ, ഇതെല്ലാം മാനേജ് ചെയ്യുക. അതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. ഹോസ്പിറ്റൽസിലെ ഓരോ എംപ്ലോയീസും കളക്റ്റീവ്ലി ദേ ആർ നോൺ ആസ് ഹ്യൂമൻ റിസോഴ്സ്. ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളെയും, ജോലിക്കാരെയും ഒരുമിച്ച് നമുക്ക് എന്ത് വിളിക്കാം? ഹ്യൂമൻ റിസോഴ്സ് വിളിക്കാം. അവിടെ ജോലി ചെയ്യുന്ന ഓരോ തൊഴിലാളികൾ, അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. ദാറ്റ് മീൻസ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ സ്റ്റാഫ്, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ട്രെയിനിങ്, അവരുടെ ബെനിഫിറ്റ്, അവരുടെ സാലറി, വട്ടവർ ഇറ്റ് മേ ബി, അവരുടെ മാത്രം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതാണ് പേഴ്സണൽ മാനേജ്മെന്റ്. ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റുമായി കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിന്റെ ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്ത് വേണം. എന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ ഇത് അണ്ടർലൈൻ ചെയ്യണേ. ഇത് ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നത് ഏതാ? അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് എന്താണ്? ഡാഷ് മാനേജസ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ ഫോർ സ്റ്റാഫ് ഇൻക്ലൂഡിംഗ് സാലറീസ്, ബെനിഫിറ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അപ്പൊ ഡാഷിൽ വരുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ എന്തായിരിക്കും അടുത്തത്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്തായിരിക്കും? മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ എന്തായിരിക്കും മെറ്റീരിയൽസ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് ഓഫ് inventorying and also ordering of supplies of different types of materials or equipments. അതായത് ഓരോ ഹോസ്പിറ്റൽസിനകത്തുള്ള ഒരുപാട് മെറ്റീരിയൽസ് അതുപോലെ എക്യുപ്മെന്റ് ഒക്കെ ഉണ്ട് അല്ലെ, അത് എന്ത് ചെയ്യുക? പുതിയതിനു വേണ്ടി ഓർഡർ ചെയ്യുക, ഉള്ളത് തന്നെ റിപ്പയർ ചെയ്യാനുള്ളതുണ്ടെങ്കിൽ റിപ്പയർമെന്റ്, ഇതെല്ലാ കാര്യങ്ങളും മെറ്റീരിയൽസ് എക്യുപ്മെന്റ്സുമായിട്ട് മാനേജ് ചെയ്യേണ്ട എല്ലാ ആക്ടിവിറ്റീസും ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ വരാം. ഹ്യൂമൻ റിസോഴ്സിനെ മാത്രം മാനേജ് ചെയ്യുന്നു. അവരുടെ ആ സ്റ്റാഫുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, അവരുടെ സാലറി, അവരുടെ ബെനിഫിറ്റ്, അവരുടെ ട്രെയിനിങ്, അവരുടെ എഡ്യൂക്കേഷൻ, അത് ഹ്യൂമൻ റിസോഴ്സ് മാത്രമായിട്ടുള്ളതായതുകൊണ്ടാണ് അതിനെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് വിളിച്ചത്. രണ്ടാമത്തേത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ്. മെറ്റീരിയൽസിന്റെ സ്റ്റോക്ക്, അവിടുത്തെ സ്റ്റോക്ക്, അതുപോലെ തന്നെ പുതിയതിനു വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാം, മോണിറ്റർ ചെയ്ത് എന്തെങ്കിലും സ്റ്റോക്ക് ഒക്കെ കുറവുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കണം. അതുപോലെ തന്നെ അവിടുത്തെ എക്യുപ്മെന്റുകൾ അത് എന്തോരം ഉണ്ട്, അതിന്റെ മെയിൻ്റനൻസ് ആവശ്യമുണ്ടോ, ഇതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും മാനേജ് ചെയ്യുന്നതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്യുന്നേ, മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അടുത്തത് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് ആണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റൽസിനകത്ത് റവന്യൂ, ആ സൈക്കിൾ എന്ന് വെച്ചാൽ പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, അത് ഉപയോഗിച്ച് ആ പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നു ഹോസ്പിറ്റൽസിൽ വേണ്ടത്ര ആവശ്യത്തിന് മെഡിസിൻസ് സ്റ്റോക്ക് ചെയ്യണം, പല പല മെറ്റീരിയൽസ് വാങ്ങിക്കണം, പല പല മെഷീൻസ് വാങ്ങിക്കണം അല്ലെ, ഹോസ്പിറ്റലിന്റെ എക്സ്പാൻഷന് വേണ്ടി, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. പേഷ്യന്റിന് കൂടുതൽ ക്വാളിറ്റി കെയർ കൊടുക്കണമെങ്കിൽ അതനുസരിച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിക്കണം. അതുകൊണ്ട് അതൊരു സൈക്കിൾ എന്ന് പറയാൻ. മനസ്സിലായോ? അതിങ്ങനെ കറങ്ങി വീണ്ടും ആ ഡെവലപ്മെന്റ് കാര്യങ്ങൾക്കും ഇത് തന്നെ ഉപയോഗിച്ച് വീണ്ടും കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഫിനാൻഷ്യൽ ആസ്പെക്ട് ആണ് ഇത് ബേസ് ചെയ്യുന്നത്. അപ്പൊ റവന്യൂ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് കളക്ടഡ് ഫ്രം ദ പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്, എന്നിട്ട് അതൊക്കെ എങ്ങനെയാണ് ഹോസ്പിറ്റൽസിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത്. ഹോസ്പിറ്റലിലെ പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, ഫിനാൻഷ്യൽ ആയിട്ട് അതെല്ലാം ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അതാണ് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Entire flow of revenue generation from the charge capture to patient collection. അത്രയ്ക്ക് മതി, ഇതൊന്നും ആവശ്യമില്ല നമുക്ക്. മനസ്സിലായോ? ക്ലിയർ ആയോ? റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് മനസ്സിലായോ? യെസ്. അടുത്തത് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി ആണ്. CPOE, കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി. ഇതെന്താണ്? ഇത് which enables the clinicians to directly enter orders and electronically it can be accessed with the support tools and clinical care guidelines. അതായത് ഹോസ്പിറ്റൽസിനകത്തുള്ള ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആകുന്ന പല ഇൻഫർമേഷൻസും ചിലപ്പോ ഹോസ്പിറ്റലിനകത്ത് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് മറ്റു ഡോക്ടേഴ്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ചില ടൂൾസ് ആണ്.
CPOE, കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഇലക്ട്രോണിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ഹാർഡ് ആയിട്ടുള്ള കോപ്പീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രിന്റ് ഔട്ടുകളൊന്നും ഇല്ലാതെ തന്നെ പല കാര്യങ്ങൾക്കും ആളുകൾക്ക് ഡിസിഷൻ എടുക്കാൻ, അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിറക്ട് ചെയ്യേണ്ടി വരും അല്ലെ, ചില ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഡോക്ടർക്ക് ആളുടെ ഏതെങ്കിലും ഒരു പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഐദർ ടു ദ ഫാർമസി ഓർ ടു ദ ലാബ് ഓർ ടു ദി ഓപ്പറേഷൻ സർജറി യൂണിറ്റ്, ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ കമ്പ്യൂട്ടറുകളിലേക്ക് ഇലക്ട്രോണിക്കലി ദേ ക്യാൻ ഷെയർ ഇറ്റ് അല്ലെ. അപ്പൊ അവരെയും സപ്പോർട്ട് ചെയ്യാണ്, ആ കെയർ കൊടുക്കാനുള്ള സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രൊസീജിയർ ആണ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. enables clinicians to directly enter orders electronically ആയിട്ട് എന്ത് ചെയ്യാം, പല കാര്യങ്ങളും ഓർഡർ ചെയ്യാം. ഇത് ഇന്ന ആളുടെ ഒരു സംഭവം സ്പെസിമെൻ ഉണ്ട്, ആളുടെ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് വേഗം തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടണം. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ആണ് അത് റെസിപ്പിയന്റ്, ലാബിലാണ് കിട്ടിയെങ്കിൽ അവരത് എടുത്തിട്ട് ആ പേഷ്യന്റിനെ വിളിക്കുന്നു, ഇന്ന സാധനം സ്പെസിമെൻ എടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, റിസൾട്ട് ഡോക്ടർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഒരു രീതി അതാണ്. മനസ്സിലായോ? Yes, അടുത്തത് ടെലിമെഡിസിൻ ആൻഡ് ടെലിഹെൽത്ത് ആണ്. ഇറ്റ്സ് ഓൾസോ സപ്പോർട്ട് ടു ദ ഡെലിവറി ഓഫ് കെയർ. ഇത് അതെ, നമ്മളുടെ കെയർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കെയർ കൊടുക്കുന്നത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില കോമൺ ഫീച്ചേഴ്സ് ആണ്, വിച്ച് ഇൻക്ലൂഡ്സ് ഇമേജ് ക്യാപ്ചർ. നമുക്കറിയാം ചില റേഡിയോളജി പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇമേജ് എടുക്കുന്നു, പേഷ്യൻസിന്റെ ഇന്റീരിയർ ആയിട്ടുള്ള ചില അവയവങ്ങളുടെ ഒക്കെ ചില രോഗങ്ങൾ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമേജസ് കളക്ട് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യാം, ഓൾസോ ട്രാൻസ്മിറ്റ് ടു അതർ ഡോക്ടേഴ്സിനോ അതിന്റെ വീഡിയോസോ അതിന്റെ വോയിസ് ആയിട്ടോ ഏതാണ്ട് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ അവർക്ക് ഒരുമിച്ച് കോൺഫറൻസ് ആയിട്ട് ഇരുന്നിട്ട് ഇയാളുടെ രോഗം എന്താണെന്ന് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് രീതി ഫോർ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സപ്പോർട്ടിംഗ് ഡിവൈസ് ആണ് ടെലിമെഡിസിൻ ആൻഡ് ടെലിഹെൽത്ത്. എല്ലാം ആണ്, ഇലക്ട്രോണിക് ബേസ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇമേജിംഗ് ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ കോൺഫറൻസിൽ അവർക്ക് വേണമെങ്കിൽ, അപ്പൊ എല്ലാവരും പല പല സ്ഥലത്തായിരിക്കും, അവരവരുടെ ഏരിയയിലായിരിക്കും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ കമ്മിങ് ടു കോൺഫറൻസ് മീറ്റിംഗ് പോലെ അവർക്ക് ജോയിൻ ചെയ്ത് അതിൽ വോയിസ് മെസ്സേജസോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജസോ അവർക്ക് പരസ്പരം കാര്യങ്ങൾ ആ ഇമേജ് ഒക്കെ അവിടെ തന്നെ എല്ലാവർക്കും വിസിബിൾ ആയിരിക്കും. അപ്പൊ അത് നോക്കിയിട്ട് അവർക്ക് പരിശോധനകളൊക്കെ നടത്തി അവർക്കൊരു ഡിസ്കഷനിലേക്ക്, ഒരു കൺക്ലൂഷനിലേക്ക് ഒക്കെ എത്താനായിട്ട് സാധിക്കുന്നു. ടെലിഹെൽത്ത് ആൻഡ് ടെലിമെഡിസിൻ. മനസ്സിലായോ? സപ്പോർട്ട് റിമോട്ട് ഡെലിവറി ഓഫ് കെയർ. കോമൺ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ്, അതിനകത്ത് പ്രധാനമായിട്ടും ഇമേജ് ക്യാപ്ചർ ആൻഡ് ട്രാൻസ്മിഷൻ, വോയിസ് ആൻഡ് വീഡിയോ കോൺഫറൻസിങ്, ടെക്സ്റ്റ് മെസ്സേജിങ്, ഇതൊക്കെ ചേരുന്നതാണ് ടെലിമെഡിസിൻ ടെലിഹെൽത്ത്. അണ്ടർലൈൻ ചെയ്യണേ. നെക്സ്റ്റ് വൺ rehabilitation service documentation ആണ്. rehabilitation which is to be provided by admitting അല്ലെ. ചില എന്താ പറയാ rehabilitation എന്ന് പറയാൻ നമുക്കറിയാം, ചില ആളുകളൊക്കെ നമുക്ക് കിടത്തി ചില പ്രധാനപ്പെട്ട ചികിത്സകൾ ലൈക്ക് തെറാപ്പീസ് അല്ലെ, ഫിസിക്കൽ തെറാപ്പി, സ്പീച്ച് പാത്തോളജി, അങ്ങനെയുള്ള സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അതെല്ലാം ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്ന കാര്യം. അതും ഹോസ്പിറ്റൽസിൽ ഈ പറയുന്ന ചില ഹോസ്പിറ്റൽസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത്തരം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നടക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ഇത് ഫേസ് ചെയ്യുന്ന ആളുകളെയൊക്കെ അവിടെ തന്നെ കിടത്തി തെറാപ്പീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത്, സ്പീച്ച് തെറാപ്പി അങ്ങനെ മാത്രമല്ല ഫിസിക്കൽ തെറാപ്പീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അത് അവരെ നോക്കി കണ്ട് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ചില ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് rehabilitation service documentation വരാം. ആൻഡ് they can provide the quality service. അതനുസരിച്ച് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ അതനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. rehabilitation service documentation. മനസ്സിലായോ? ഓരോന്നിനും ഓരോ കാര്യം, ഓരോ വേർഡ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പൊ അത് ഡാഷ് സപ്പോർട്ട്സ് ക്യാപ്ചറിങ് ആൻഡ് റിപ്പോർട്ടിംഗ്, ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിക്കൽ തെറാപ്പി, സ്പീച്ച് പാത്തോളജി എന്നൊക്കെ കേൾക്കുമ്പോ ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്താ പറയാ ഒരു
ഓരോ നമ്മളുടെ എന്താ പറയുക ശരീരത്തിലെ പല ഭാഗങ്ങളും കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ബോഡിയുടെ ഫിസിക്കൽ ബോഡി അപ്പിയറൻസ് എന്താ പറയുക നമുക്ക് പല പല കാര്യങ്ങൾക്കും ഫങ്ഷനിങ്ങിന് വേണ്ടതാണ് അല്ലെ. അപ്പൊ അതനുസരിച്ച് പ്രവർത്തിക്കാതെ വരുമ്പോ കൊടുക്കേണ്ടി വരുന്ന തെറാപ്പീസ് ആണ്. അപ്പൊ അത് ആ തെറാപ്പീസിന്റെ ഒക്കെ റിസൾട്ട് അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് വീണ്ടും വീണ്ടും അവർക്ക് വേണ്ട കെയറിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ അത് ഡോക്യുമെന്റ് ചെയ്താലേ പറ്റുള്ളൂ. ഇങ്ങനെ ഇത്ര കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്ത ട്രീറ്റ്മെന്റിൽ 20% ഇൻക്രീസ് അല്ലെങ്കിൽ അതിന് 20% ആള് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് പ്രിപ്പയർഡ് ആയിട്ടുണ്ട്, ഇന്ന കാര്യം ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. നടക്കാൻ പറ്റാത്ത ആളായിരുന്നു, അപ്പൊ ഇപ്പൊ കുറച്ചൊക്കെ നടന്നു തുടങ്ങി, 20% ഓക്കെ ആയി. അടുത്ത ദിവസം വീണ്ടും തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? അടുത്തത് പേറോൾ ആണ്. പേറോൾ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ പേയ്മെന്റ് ഓഫ് സാലറീസ് അല്ലെ. സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി എത്രയാണ്, അതുപോലെ തന്നെ സാലറി കൊടുക്കുമ്പോൾ ചില ഡിഡക്ഷൻസ് ഒക്കെ വരും. ചിലർക്ക് അതിൽ നിന്ന് പിടുത്തങ്ങളൊക്കെ ഉണ്ടാവും. പിടുത്തത്ത് പറയില്ലേ, ഇത്രയാണ് സാലറി, പിടുത്തൊക്കെ കഴിഞ്ഞ് ഇത്രയാണ് കൈ കെട്ടണേ. കേട്ടില്ലേ അങ്ങനെ പറയുന്നത്? അത് ചില പിടുത്തം എന്ന് പറയുന്നതാണ് ഈ ഡിഡക്ഷൻ ആണ്. ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലര് ടാക്സ് കൊടുക്കുന്നവരുണ്ട്, അപ്പൊ ടാക്സ് പിടിച്ചു, അല്ലെങ്കിൽ എന്താ പറയാ മറ്റേ നേരത്തെ ലോൺ എടുത്തിട്ടുണ്ട് കുറച്ച്, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് എമൗണ്ട് സാലറിയിൽ ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പൊ അത് പിടിച്ചു, അതിനും കുറച്ച് എമൗണ്ട് പിടിച്ചു, മാസം മാസം പിടിക്കുകയാണ്. അങ്ങനെയുള്ള ഡിഡക്ഷൻസ്. അപ്പൊ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിന്റെയും പേറോൾ മീൻസ് സാലറി ലിസ്റ്റ് ആണ്. ഓരോ ആളുകളുടെയും പേര്, അവർക്ക് കൊടുക്കേണ്ട സാലറി, കൊടുക്കുന്നതിൽ നിന്ന് എന്തൊക്കെ ഡിഡക്ട് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് പേയ്മെന്റ് എത്രയാണ്, ഫൈനൽ പേയ്മെന്റ് എത്രയാണ്, അത് മൊത്തം കാണിക്കുന്ന ഒരു ലിസ്റ്റ്. അത് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് എക്സൽ കൃത്യമായിട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു. അപ്പൊ അവർക്ക് ഒറ്റ നോട്ടത്തില് ഓരോ ആളുകളുടെയും പേയ്മെന്റ് എത്രയാണെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ പേറോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ പേയ്മെന്റ് ഓഫ് സ്റ്റാഫ് സച്ച് ആസ് സാലറി, പേറോൾ ഡിഡക്ഷൻസ്, ടാക്സ് ഹോൾഡിംഗ്, പിന്നെ അവരുടെ പേ സ്റ്റാറ്റസ്, ലാസ്റ്റ് അവർക്ക് എത്രയാണ് കൊടുത്തത്, അങ്ങനെ കാണിക്കുന്ന ഒരു ഡീറ്റെയിൽസ്. അതാണ് പേറോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്യണോട്ടോ. ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നിനെ കുറിച്ച് ചോദിക്കുന്നു, ഡാഷ് ഒക്കെ ചോദിക്കാറുണ്ട്. അടുത്തത് സ്റ്റാഫ് സ്കെഡ്യൂളിംഗ് ആണ്. എന്തായിരിക്കും? സ്റ്റാഫിന്റെ നീഡ്സ് അനുസരിച്ച് സ്കെഡ്യൂൾ ചെയ്യുക. ഇന്ന നഴ്സസ് അല്ലെങ്കിൽ ഇന്ന സ്റ്റാഫ് ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത് ഇത്ര ദിവസം മോർണിംഗ് മാത്രം, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക. അതാണ് സ്റ്റാഫ് സ്കെഡ്യൂളിംഗ്. ഓരോരുത്തരും എവിടേക്കാണ് ജോലിക്ക് വേണ്ടിയിട്ട് ഓരോ വീക്കിലി ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ കൊടുക്കും ചില ആളുകൾക്ക്. എല്ലായിടത്തും അല്ല, ചില പേഴ്സണൽസിനെ ജോലിക്കാരെ മാത്രമാണ് ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുക, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് അത് തന്നെ. പക്ഷെ നഴ്സസ് ആണെങ്കിൽ അവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്, പിന്നെ ചിലപ്പോൾ ഈവനിങ് ഷിഫ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് ചില ഹോസ്പിറ്റൽസിൽ. 3 to എന്താ പറയാ ചിലപ്പോൾ 8 വരെ, വൈകുന്നേരം 8 വരെ, പിന്നെ 8 കഴിഞ്ഞിട്ട് ആണ് പിറ്റേ ദിവസം 7 or 8 മണി വരെയൊക്കെ നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെയൊക്കെ വരാം. അപ്പൊ അതൊക്കെ സ്കെഡ്യൂൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് സ്റ്റാഫ് സ്കെഡ്യൂളിംഗ്. അസിസ്റ്റ് ഇൻ സ്കെഡ്യൂളിംഗ് ആൻഡ് മോണിറ്ററിംഗ് സ്റ്റാഫ് നീഡ്സ്. സ്റ്റാഫിന്റേതായ കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സ്കെഡ്യൂളിംഗ് ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? Yes, next one, staff time and attendance. It is to track the employee work schedule. അതായത് എംപ്ലോയീസ് ഓരോ ജോലിക്കാരും എത്ര സമയത്ത് വരുന്നു, എത്ര മണിക്ക് പോകുന്നു, അവരുടെ വർക്കിംഗ് സ്കെഡ്യൂൾ എങ്ങനെയാണ്, എത്ര ഹവേഴ്സ് വർക്ക് ചെയ്യുന്നു, അതിന്റെ ആ ടൈമും ഡീറ്റെയിൽസും ഒക്കെ അറ്റൻഡൻസും ഒക്കെ കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നതാണ് സ്റ്റാഫ് ടൈം ആൻഡ് അറ്റൻഡൻസ്. അതൊക്കെ കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതൊക്കെ സിസ്റ്റം ഒക്കെ എന്താ പറയാ, നമ്മുടെ പഞ്ചിങ് സിസ്റ്റം അല്ലെ, പഞ്ചിങ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പൊ വരുന്ന ടൈമും പോകുന്ന ടൈമൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് റെക്കോർഡ് ആകും. അപ്പൊ അതനുസരിച്ചിട്ട് എംപ്ലോയീസ് ആരെങ്കിലും ഒക്കെ ലേറ്റ് ആയിട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ വരാതിരിക്കുന്നുണ്ടോ അറ്റൻഡൻസ് ഒക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സ്റ്റാഫ് ടൈം ആൻഡ് അറ്റൻഡൻസ്. ഇതെല്ലാം ഹോസ്പിറ്റൽസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. And the last one is medication administration. That medication administration, it is used by nurses to document the given medication, its dose and also its time. അപ്പൊ നഴ്സുമാരാണ് സാധാരണ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. നഴ്സസ് അവർ കൊടുക്കുന്ന മരുന്നുകള്, ആ മരുന്ന് എപ്പോ കൊടുത്തു, ഏത് ഡോസിൽ കൊടുത്തു, അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് നഴ്സസ് ആക്ട് ചെയ്യാം. അതിനെയാണ് നമ്മൾ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇതെല്ലാം മാനേജബിൾ ആണ്. ഓരോ പർട്ടിക്കുലർ ഓരോന്നിനും എന്തുണ്ട്, ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ടും അത് ഓരോ രീതിയിലാണ് മാനേജ് ചെയ്യുന്നത്. ഓരോന്നിനും പ്രത്യേകം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ്. പേഴ്സണൽസ്
ഹ്യൂമൻ റിസോഴ്സിന് വേണ്ടിയിട്ടുള്ളത് മെറ്റീരിയൽസ്, അവിടെയുള്ള മെറ്റീരിയൽസ്, അതിന്റെ സ്റ്റോക്ക്, എക്വിപ്മെന്റ്, അതിന്റെ മെയിൻ്റനൻസ്, മറ്റു കാര്യങ്ങളൊക്കെ. റവന്യൂ, പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ചാർജസ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇറ്റ്സ് പർപ്പസ്, അതെങ്ങനെ ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും എന്നുള്ളത്. കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി, എങ്ങനെയാണ് ഹോസ്പിറ്റൽസിലെ പല കാര്യങ്ങളും മറ്റ് ആളുകളുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ടൂൾസും അതുപോലെ തന്നെ ക്ലിനിക്കൽ ആയിട്ടുള്ള കെയറും ഒക്കെ എങ്ങനെ കൊടുക്കുന്നു അതൊക്കെ ഗൈഡ് ലൈൻ ആയിട്ട് ഉപയോഗിക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി. ടെലി ഹെൽത്തും ടെലി മെഡിസിനും, അതായത് അതും ഒരു ഡെലിവറി ഓഫ് കെയറുമായി ബന്ധപ്പെട്ടതാണ്. To find out what are the issues in that particular patient, അതിന്റെ ഇമേജസും ആ ഇമേജ് പല സ്ഥലങ്ങളിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്ത് അത് വോയിസ് കോൺഫറൻസ്, എന്താ പറയാ, വീഡിയോ കോൺഫറൻസ് വഴി അവർ പല ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. റിഹാബിലിറ്റേഷൻ തെറാപ്പീസിലൂടെ എന്താ പറയാ, ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ്, അതിന്റെ കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പേരോള് സ്റ്റാഫിന്റെ ഇൻഫർമേഷൻ ആണ്, അവരുടെ സാലറി, ബെനിഫിറ്റ്സും മറ്റു കാര്യങ്ങൾ ഡിഡക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യാം. സ്റ്റാഫ് സ്കെഡ്യൂളിംഗ്, മോണിറ്ററിംഗ് ആൻഡ് സ്കെഡ്യൂളിംഗ് സ്റ്റാഫ് നീഡ്സ്, സ്റ്റാഫുകളുടെ ആവശ്യവും അനുസരിച്ച് അവരെ സ്കെഡ്യൂൾ ചെയ്യുക, അവരെ മോണിറ്റർ ചെയ്യുക. അവരുടെ ടൈമും അറ്റൻഡൻസും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഒക്കെ ലേറ്റ് ആകുന്നുണ്ടോ അല്ലെങ്കിൽ നേരം വൈകിയാണോ എന്താ പറയാ പോകുന്ന ടൈം, വരുന്ന ടൈം റെക്കോർഡ് ചെയ്യുന്നു, ആബ്സെൻസ് റെക്കോർഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മെഡിക്കേഷൻ വിച്ച് ഇസ് പ്രൊവൈഡഡ് ബൈ ദ നഴ്സസ്, അതും ഡോക്യുമെന്റ് ചെയ്യണം. അവർ എത്ര ഡോസിൽ കൊടുത്തു, എന്ത് മെഡിസിൻ കൊടുത്തു, എപ്പോ കൊടുത്തു എന്നുള്ളത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി ലാസ്റ്റ് ആണ് ശരിക്കും കുറച്ച് തരുന്ന ഭാഗം, നമുക്ക് ലാസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഈ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം അത് ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്താ? ഹോസ്പിറ്റലിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇൻഫോർമേഷൻ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നു. IT ഉപയോഗിച്ച് ഇലക്ട്രോണിക്കലി ഇതെല്ലാം സേവ് ചെയ്തിരിക്കുന്നു. നമ്മളിവിടെ പഠിച്ചത് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്, ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. അതായത് ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന്റെ റെക്കോർഡുകളെല്ലാം, പേഷ്യൻസ് അവർക്ക് ആരോഗ്യം എന്ന് പറയുന്ന പേഷ്യൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റേത് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ എന്താ? ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിനകത്ത് ഹോസ്പിറ്റലിന്റെ മൊത്തം കാര്യമുണ്ട്. പേഷ്യൻസിന്റെ കൂടാതെ മറ്റ് എല്ലാ കാര്യങ്ങളുണ്ട്. ഹോസ്പിറ്റൽ, അവിടുത്തെ പേഷ്യൻസിന്റെ ഡാറ്റാസ്, അവിടുത്തെ പേഷ്യൻസിന്റെ സ്റ്റാഫുകളുടെ പേയ്മെന്റിന്റെ ഡാറ്റാസ്, അങ്ങനെ ഒരുപാട്. അതെല്ലാം കൂടി ചേരുമ്പോൾ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. ഓരോ വരുന്ന പേഷ്യൻസിന്റെ ഹെൽത്ത് മാനേജ് ചെയ്യുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകളെല്ലാം എന്ത് ചെയ്യുന്നു? ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നു. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം ആദ്യം പറയേണ്ടതായിരുന്നു. ഏത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് വർഷങ്ങൾ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഇത്രയധികം അങ്ങോട്ട് വളരെ എന്താ പറയാ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. ഡ്യൂറിങ് 1960s തുടങ്ങി 1960കളിൽ മുതലാണ് നമ്മളുടെ എന്താ പറയാ ഒരു ഈ ഇൻഫോർമേഷൻ സിസ്റ്റം, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റാസ് സേവ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പതുക്കെ കയറുന്നത്. ആ തുടക്ക കാലഘട്ടത്തിലൊന്നും ഈ പറയുന്ന പോലെ അതിന് മുമ്പൊക്കെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ മനുഷ്യന്മാർ തന്നെ വലിയ വലിയ തടിച്ച ബുക്കുകളിലെ എല്ലാ ഇൻഫോർമേഷൻസും. അന്നും ആശുപത്രികളൊക്കെ ഉണ്ട്, പേഷ്യൻസ്, ആളുകൾക്ക് രോഗം വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ രോഗങ്ങളല്ല കേട്ടോ. ഇന്നത്തെ പോലത്തെ വെറൈറ്റീസ് ഓഫ് രോഗങ്ങളോ എപ്പോഴും രോഗങ്ങളോ അല്ല. ഇന്നത്തെ ഒരു മാസത്തിൽ എന്തെങ്കിലുമൊക്കെ രോഗം നമുക്ക് മനുഷ്യന്മാർക്ക് വരും. ആ ഒരു സ്ഥിതിയിലേക്കായി പലപ്പോഴൊക്കെ രോഗം വരുന്നത്. പക്ഷെ എങ്കിലും അന്നത്തെ ആ റെക്കോർഡ്സ് ഒക്കെ അവർ കീപ്പ് ചെയ്യാനായിട്ട് വലിയ ബുക്കുകള് അല്ലെങ്കിൽ പേപ്പർ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഡോക്യുമെന്റുകളായിട്ട് ഫയൽ ചെയ്ത് ഒക്കെയാണ് സൂക്ഷിക്കുക. മാനുവൽ ആയിട്ട് മനുഷ്യരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് തുടങ്ങും. അതിനുശേഷം പിന്നീട് കമ്പ്യൂട്ടർ പോലുള്ള ആ ഒരു ഡിവൈസ് വന്നപ്പോ പണ്ടൊക്കെ കമ്പ്യൂട്ടർ ഇത്രയധികം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നില്ല. ആദ്യമായിട്ടൊക്കെ കമ്പ്യൂട്ടറൊക്കെ കണ്ടുപിടിച്ചപ്പോ. ബട്ട് ആഫ്റ്റർ ദ ഇന്നോവേഷൻ അല്ലെങ്കിൽ ഇൻവെൻഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടറൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം പല ബിസിനസ് സംരംഭങ്ങളിലും ഇത് വലിയ വലിയ ബിസിനസ് സംരംഭങ്ങളിലാണ് കേട്ടോ പണ്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ഏത് കുഞ്ഞ് ബിസിനസ് സ്ഥലത്ത് നമ്മൾ പോയാലും ചെറിയ കടയായിരിക്കും, അവിടെ ഉണ്ടായിരിക്കും ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരിക്കുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ജോലിക്കാരനും അല്ലെങ്കിൽ ജോലിക്കാരും ഉണ്ടായിരിക്കും. അത് അതെന്താ ഇത്രയും കോമൺ ആയിട്ടുള്ള ഒരു
മെഷീനറി ആയിട്ട് കമ്പ്യൂട്ടർ മാറിക്കഴിഞ്ഞു. അപ്പൊ എല്ലാ ഡാറ്റാസും നമുക്ക് വളരെ കുറച്ച് സ്ഥലത്ത് സേവ് ചെയ്ത് വെക്കാം എന്നുള്ളതൊക്കെ അതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. പണ്ട് ഈ ഒരുപാട് തരച്ച പുസ്തകങ്ങൾ ഇങ്ങനെ ഒരുപാട് റാക്സിലൊക്കെ ഇങ്ങനെ ഓരോ പേഷ്യൻസിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുകയായിരിക്കും. ഇതിൽ നിന്ന് നമ്മൾ ആരെങ്കിലും ചെല്ലുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ പറയുമ്പോൾ അവിടുന്ന് ആ ലിസ്റ്റിനുള്ളിൽ നിന്ന് ഓരോ ഇതൊക്കെ വെച്ചിട്ട് 1 മുതൽ 100 വരെ അത് ഇന്ന റാക്കിലാണ്, 101 മുതൽ 200 വരെ ഇന്ന റാക്കില്. അപ്പൊ അതില് ഏതിനാണ് വരട്ടെ, ഇടയിൽ വരണേ നോക്കുന്നു, നമ്മുടെ ID അല്ലെങ്കിൽ ആ നമ്പർ, അത് അനുസരിച്ച് അവിടെ പോയിട്ട് അവിടെ നിന്ന് സമയം എടുക്കും കണ്ടുപിടിക്കാനായിട്ട് അല്ലെ. അപ്പൊ അത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇതിന്റെ ഒരു ഇൻവെൻഷനോട് കൂടി ആൻഡ് ഡ്യൂ ടു ദ അഡ്വാൻസ്ഡ് ടെക്നോളജി there comes a drastic change in information system. ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്ത് ഒരുപാട് എന്താ പറയാ ഭയങ്കര വലിയ മാറ്റമാണ് അതനുസരിച്ച് ഉണ്ടായത്. 1960, 70 കാലഘട്ടങ്ങളിലൊക്കെ എന്താ പറയാ ഈ ഹെൽത്ത് കെയറിനകത്തേക്കൊക്കെ നമ്മളുടെ കമ്പ്യൂട്ടേഴ്സിലേക്ക് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ and they understood that they can store varieties of data and informations. വളരെ എന്താ പറയാ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യമായിക്കോട്ടെ, ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ആയിക്കോട്ടെ, ഇറ്റ് ക്യാൻ ബി സേവ്ഡ്. ഇതെല്ലാം കൃത്യമായിട്ട് വേഗം റെക്കോർഡ് ചെയ്യാം, എപ്പോ വേണമെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പൊ ബില്ലിംഗ് പ്രോസസ്സിനും മറ്റെല്ലാം ആദ്യമൊക്കെ ഫിനാൻഷ്യൽ പ്രൊസീജിയേഴ്സിന് മാത്രമാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നത്. കണക്കുകളൊക്കെ എഴുതി വെക്കുക, ഇന്ന കാര്യങ്ങളുടെ കണക്കുകൾ എഴുതി വെക്കാന്നായിരുന്നു. പക്ഷെ ഇന്നതല്ല, ഇത് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ സാധിച്ചു എന്നുള്ളതാണ്. കുറെ ഇങ്ങനെ വലിച്ചുവാരിയൊക്കെ എഴുതി വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാണ് ഇത് നമുക്കറിയാം, കാരണം നമ്മളിപ്പോ ഇത് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. പണ്ടത്തെ കാര്യം ചിലപ്പോൾ ചോദിച്ചു ചില ആൾക്കാർക്ക് അറിയില്ലല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽസിലൊക്കെ ഒരുപാട് ഫയലുകൾ ഇങ്ങനെ തട്ടായിട്ട് വെക്കുന്നു, ഒരുപാട് വലിയ തടിച്ച ബുക്കുകൾ ഇങ്ങനെ റെക്കോർഡ് ബുക്ക് പോലത്തെ റെക്കോർഡ് ബുക്ക് ഒക്കെ നമ്മുടെ സ്റ്റോളിലെ കാണാൻ പറ്റുള്ളൂ. അതും വലിയ കാര്യമായിട്ട് ആളുകളൊന്നും പർച്ചേസ് ചെയ്യില്ല, അത് തന്നെ ഇപ്പൊ അധികം ഇല്ല. അത് കാരണം ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ബുക്കുകൾ തന്നെയാണ് വരയിട്ടത്. ലെക്ചർ പോലത്തെ സാധനങ്ങൾ ഒക്കെ കിട്ടും, അവൈലബിൾ ആണ് സ്റ്റോളിലൊക്കെ. പക്ഷെ ഇന്ന് അതും കുറഞ്ഞു തുടങ്ങിയാൽ കഴിക്കാം, കാരണം വിൽക്കുന്ന സ്ഥലത്ത് പോലും ഇല്ല. ബിക്കോസ് എല്ലാവരും ഇതെല്ലാം ഡാറ്റാസ് ഒക്കെ ഏത് ബിസിനസ് ഓർഗനൈസേഷൻ ആണോ അത് ഈ ഇൻഫോർമേഷൻ സിസ്റ്റമായിട്ട് മാറ്റി കഴിഞ്ഞു. എല്ലാവരും അഡ്വാൻസ്ഡ് ആയി കമ്പ്യൂട്ടർ ആണ് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അവര് റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കുന്നു. ആൻഡ് ഇതിന്റെ എവല്യൂഷൻ തുടങ്ങുന്നത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിൽ നിന്നാണ്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയാ ഒരു വലിയ ഒരു സൈസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ്. പക്ഷെ വലിയതായിരിക്കും. എന്താ വെച്ചാൽ റൂമിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പണ്ട് കാലത്ത് തുടങ്ങിയപ്പോ അങ്ങനെയാണ്. ഇപ്പൊ എങ്ങനെയായി കമ്പ്യൂട്ടറിന്റെ വലിപ്പം ഒന്ന് നോക്കിയേ. അന്ന് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നതിന്റെ ആ ഒരു മോഡലൊക്കെ ഉണ്ടാക്കിയൊക്കെ തുടങ്ങിയപ്പോ വലുതായിരുന്നു. പക്ഷെ അതിപ്പോ ചുരുങ്ങി ഈ കമ്പ്യൂട്ടറിന്റേതായ എല്ലാ ഫെസിലിറ്റീസും തരുന്ന കുഞ്ഞ് നമ്മുടെ കൈക്കകത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടെടുക്കാൻ പറ്റുന്ന അത്രയും സ്മോളസ്റ്റ് രൂപത്തിലേക്ക് ആയി മാറി അല്ലെ. ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു മേഖലയിൽ ടെക്നോളജിയിൽ വന്നു നമുക്കറിയാം. So due to the drastic change in technology, there also comes the different changes in the hospital and also some other business organizations. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് എല്ലാവരുടെയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന രീതികൾ മാറി. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, അതിനുശേഷം പിന്നെ വന്നു മിനി കമ്പ്യൂട്ടേഴ്സ് വന്നു. മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന പ്രത്യേകത എന്താ? ഇറ്റ്സ് മോർ പവർഫുൾ ദാൻ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ഇച്ചിരി പാടാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ. അതായത് ഒരു ഹോം സൈസ് എന്ന് പറഞ്ഞു വെക്കാം, ഒരു മുറിക്കകത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു. പക്ഷെ അതിനുശേഷം മിനി കമ്പ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞപ്പോ എന്താ പറയാ, നമ്മളുടെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ അല്ല, അതല്ലാണ്ട് ഈ ബാക്ക് വശം ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ എവിടെയെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. നമ്മളുടെ പണ്ട് സ്കൂളിലൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത്തരം കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായേ. കമ്പ്യൂട്ടർ ഒരു മെഷീൻ ഉണ്ടാവുമല്ലോ, അത് പഠിപ്പിക്കുമ്പോ ആ കമ്പ്യൂട്ടർ ഇങ്ങനെ വരുന്ന ഒരു പച്ച കളറിൽ ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ വരുന്ന അതാണ് മനസ്സിലിരിക്കുന്നത്. ബാക്ക് വശം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടർ കണ്ടിട്ടില്ല. ഇതുപോലുള്ള ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ആരെങ്കിലും കണ്ടവരുണ്ടോ? അത് തന്നെ. അത് വേണമെങ്കിൽ കമ്പ്യൂട്ടർ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സ്. അപ്പൊ മിനി കമ്പ്യൂട്ടേഴ്സ് അത് നമ്മുടെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. അതുപോലെ തന്നെ അതിനേക്കാൾ ഇപ്പോഴത്തെ ഏറ്റവും ആയിട്ടുള്ള എന്താ പറയാ വളരെ ചെറിയ ഏറ്റവും സ്മോൾ സൈസിലുള്ള നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതിന്റെ രണ്ടിന്റെ ഇടയിൽ വരുന്ന ആ ഒരു സൈസ് മിഡിൽ സൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ് നമ്മുടെ മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മുടെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിനേക്കാൾ ഒരുപാട് പവർഫുൾ ആയിരുന്നു.
ഒരുപാട് ഡാറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യാം അല്ലെ. പിന്നെ മാത്രമല്ല മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് സ്മോളർ ആണ്, മറ്റ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിനേക്കാൾ സ്മോളർ ആണ് മെയിൻ കമ്പ്യൂട്ടേഴ്സ് പറയുന്നത്. അതിനകത്ത് ഈ പറയുന്ന ക്ലിനിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ടൊക്കെ പിന്നീട് ആളുകൾ മാറി മാറി ചിന്തിച്ച് ഇങ്ങനെ ചെയ്തു തുടങ്ങി. ഹോസ്പിറ്റൽസും ഏത് ബിസിനസ് ഓർഗനൈസേഷൻ എടുത്താലും നമുക്ക് ഇത്തരം കമ്പ്യൂട്ടേഴ്സ് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ അതും മാറി, മിനി കമ്പ്യൂട്ടേഴ്സും മാറി. ഇപ്പൊ വളരെ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആണ് നമ്മളിപ്പോ ഉപയോഗിക്കുന്നത്, ഏറ്റവും ചെറിയ രൂപത്തിലുള്ളതൊക്കെ. സോ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളെല്ലാം ഇന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയി മാറി എന്നാണ്. എല്ലാം ഇലക്ട്രോണിക് ഹെൽത്ത് ഈ റെക്കോർഡ്സ് ആയി മാറി. ഈ റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഓർക്കുക, അത് എന്താണ്, നമ്മൾ കമ്പ്യൂട്ടറിൽ കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കുന്ന കാര്യമാണ് കേട്ടോ. ഈ വലിയ 2 പാരഗ്രാഫിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനുള്ള സാധാരണ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. കുറച്ച് മാത്രമേ ഉള്ളൂ അണ്ടർലൈൻ ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സിൻസ് ദ 1960s, the development and use of healthcare information system has changed dramatically with advance in technology and the impact of environmental influences. Due to the advance in technology and impact of environmental influences. അത്രയും മതി. ആ ഒരു സെന്റൻസ് സിൻസ് എന്ന് തുടങ്ങി ഫസ്റ്റ് സെന്റൻസ് ആണ് കേട്ടോ. അതിനുശേഷം അടുത്തത്, the systems themselves ran on large mainframe computers which had to be housed in large environmentally controlled settings. ഇത് ഭയങ്കര വലിയ മെയിൻഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് പറയുമ്പോൾ ഒരു മുറിക്കകത്തൊക്കെ ഇങ്ങനെ ഒരു വലിപ്പത്തിന്റെ കാര്യത്തിൽ വെച്ച് വലുതായിരുന്നു. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഏത് കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വളരെ ലാർജ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു കേട്ടോ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. പക്ഷെ അതിന് ഇച്ചിരി ചെലവൊക്കെ കൂടുതലാണ്. കാരണം ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് കോസ്റ്റ്ലി ആയിരുന്നു ആദ്യമൊക്കെ തുടക്കത്തിലല്ലേ. അപ്പൊ എന്തായാലും അതിന് വിലയൊക്കെ കൂടും തീർച്ചയായിട്ടും. പിന്നെ കുറച്ച് ഇൻകൺവീനിയന്റ് ആണ് നമുക്ക് ഉപയോഗിക്കാനും, സൗകര്യക്കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ആളുകൾ ഒരു സാധനം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുതിയ പുതിയ മോഡലുകളിലേക്ക് എന്തായാലും എല്ലാവരും വരും അല്ലെ. അപ്പൊ വീണ്ടും അതിന്റെ ഒന്നുകൂടി നമുക്ക് ചേർത്താക്കാം, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കാം. വീണ്ടും ആളുകൾ എന്തായാലും ആ റിസർച്ചിലൊക്കെ നടത്തി അതിന്റെ വേറൊരു ഫോമിലേക്ക് കൊണ്ടുവന്നു മിനി കമ്പ്യൂട്ടേഴ്സ് ആണ്. ആ മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് തുടങ്ങുന്ന സെന്റൻസ് അവർ സ്മോളർ ആൻഡ് മോർ പവർഫുൾ ദാൻ സം ഓഫ് ദ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അവൈലബിൾ അറ്റ് എ കോസ്റ്റ് that would be justified by revenue generating departments. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മിനി കമ്പ്യൂട്ടേഴ്സ്. യെസ്, അടുത്തത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആണ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് അപ്പോ വന്നപ്പോ, അതായത് ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ ഹെൽത്ത് റെക്കോർഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ നമുക്കറിയാം ഇറ്റ് ഇംപ്രൂവ് ദ പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയറിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ പറയുന്ന ഇലക്ട്രോണിക്കൽ ഡിവൈസ് ഉപയോഗിച്ച്, ബിക്കോസ് ദേ ക്യാൻ കളക്ട് ഡാറ്റ, സ്റ്റോർ ഡാറ്റ ആൻഡ് ഓൾസോ സപ്ലൈ ഇൻഫോർമേഷൻ ടു wherever or whoever they want to. അതായത് നമുക്ക് ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന് അവർക്ക് കൃത്യമായി കെയറിങ് കൊടുക്കാൻ, അവരുടെ സംബന്ധിക്കുന്ന ഡാറ്റകൾ നമുക്ക് സ്റ്റോർ ചെയ്യാനും, ആവശ്യക്കാർക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ മറ്റ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ, അവർക്ക് വേണ്ട ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ആർക്കൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നേരത്തെ പറഞ്ഞല്ലോ അത് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മള് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി എന്ന് പറഞ്ഞ് ആ സിസ്റ്റമായിട്ട് കൊടുത്ത്, ആൻഡ് ഓൾസോ അത് ഹെൽപ്പ് ദം ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ. ആ മറ്റ് ഹെൽത്ത് കെയർ പ്രാക്ടീഷണേഴ്സിനൊക്കെ അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ, അവരുടെ ഡിസിഷൻ
സപ്പോർട്ട് ചെയ്യുന്ന ടൂൾസ് ആയിട്ടൊക്കെ ഈ ഡാറ്റ ഉപയോഗിക്കാം. ആ ഒരു രീതിയിലേക്ക് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് വന്നു എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ EHR സാധിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുന്ന അണ്ടർലൈൻ ചെയ്യാം. കെയർ ബൈ പ്രാക്ടീഷണേഴ്സ് ബൈ പ്രൊവൈഡിംഗ് ഡിസിഷൻ സപ്പോർട്ട് ടൂൾസ് അവിടെ വരുന്നുണ്ട്. ആൻഡ് EHR can electronically collect and store patient data. ഇലക്ട്രോണിക്കലായിട്ട് അത് എന്ത് ചെയ്യാം? പേഷ്യൻസിന്റെ ഡാറ്റ കളക്ട് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. ആൻഡ് സപ്ലൈ ദാറ്റ് ഇൻഫർമേഷൻ ടു പ്രൊവൈഡേഴ്സ് ഓൺ റിക്വസ്റ്റ്. വേണ്ടുന്ന ആളുകൾക്ക് റിക്വസ്റ്റ് പ്രകാരം ആർക്ക് വേണമെങ്കിലും അത് സപ്ലൈ ചെയ്യാം. Permit clinicians to enter orders directly into a computerized provider order entry system. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി സിസ്റ്റം അനുസരിച്ച് അവർക്ക് അത് ഡയറക്റ്റ് ആയിട്ട് ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ അത് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് അവർക്ക് എന്തെങ്കിലും അഡ്വൈസ് ഈ പറയുന്ന ആളുടെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട അഡ്വൈസ് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് പ്രാക്ടീഷണേഴ്സ് നമുക്ക് അറിവുണ്ട്. പക്ഷെ നമ്മളുടെ അവരെ ഒന്ന് കൺഫേം ചെയ്യാൻ, ഞാൻ കറക്റ്റ് ആയിട്ടാണ് ഈ പേഷ്യന്റിന്റെ രോഗം മനസ്സിലാക്കി ആൾക്ക് കൊടുത്തിട്ട് മരുന്ന് ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കി കൺഫേം ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ആരോടെങ്കിലും ഒന്ന് വേണമെങ്കിൽ ചോദിക്കേണ്ടി വരും, ഒന്നുകൂടി കൺഫേം ചെയ്യാൻ. ഓക്കെ, എല്ലാവർക്കും അറിവുണ്ട്. പക്ഷെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ആരോടെങ്കിലും ഒന്ന് അവരുടെയും കൂടി ഒന്ന് ഒപ്പീനിയൻ ചോദിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഈ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആളുകൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് അല്ലെങ്കിൽ വെർബലി പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ചെയ്യും. CPOE എന്ന് പറയുന്നത് ബേസിക് ലെവൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ദാറ്റ് ആക്സെപ്റ്റ്സ് പ്രൊവൈഡർ ഓർഡേഴ്സ് ഇലക്ട്രോണിക്കലി റീപ്ലേസിംഗ് ഹാൻഡ് റിട്ടൺ ഓർ വെർബൽ ഓർഡേഴ്സ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻസ്. പണ്ട് ഹാൻഡ് റിട്ടൺ ആയിട്ട് വെർബൽ ആയിട്ട് അതുകൊണ്ടൊക്കെ പറഞ്ഞ എന്താ പറയാ എന്തെങ്കിലും സജഷൻസ് ആയിക്കോട്ടെ, പ്രിസ്ക്രിപ്ഷൻസ് ആയിക്കോട്ടെ, മരുന്ന് കുറിക്കുന്നതോ ഇതൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആ ഒരു ബേസിക് ലെവലിലേക്ക് കൊണ്ടുവന്നു. അതാണ് CPOE എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മനസ്സിലായില്ലേ? അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. CPOE at its most basic level is a computer application. ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് CPOE എന്ന് പറയുന്നത്. അത് accepts provider orders in electronically replacing handwritten. പണ്ട് ഹാൻഡ് ആയിട്ടും വെർബൽ ആയിട്ടും ഓർഡറുകൾ എഴുതിയിരുന്നു, പ്രിസ്ക്രിപ്ഷൻ എഴുതിയിരുന്നത് എന്ത് ചെയ്യുന്നു, അത് റീപ്ലേസ് ചെയ്യുന്നു, മാറ്റുന്നു, ഇലക്ട്രോണിക്കലായിട്ട് മാറ്റുന്നു. അതാണ് CPOE. ഫിസിഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CPOE ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു ഡോക്ടർക്ക് തന്റെ മുന്നിൽ ഇരിക്കുന്ന പേഷ്യന്റ് അല്ലെങ്കിൽ തന്റെ ഒരു പേഷ്യന്റ് അഡ്മിറ്റഡ് ആണ്, ആളെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം. അപ്പൊ ചിലപ്പോ ഒരു അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യന്റിന്റെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ആ ടെസ്റ്റ് വേണമെങ്കിൽ എവിടേക്ക് നമ്മുടെ ലാബിലേക്കോ അല്ലെങ്കിൽ എവിടെയാണോ ടെസ്റ്റ് ചെയ്യേണ്ടത്, റേഡിയോളജി വിഭാഗത്തിലേക്കാണോ, അത് അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെ, ട്രാൻസ്മിറ്റ് ചെയ്യാം ആ ഓർഡർ. അപ്പൊ അവരോട് ഇന്നത് വേണമെന്നും നമുക്ക് ആവശ്യപ്പെടാം. അപ്പൊ അവരതനുസരിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഇമേജിംഗ് ടെസ്റ്റ് നടത്തി അവരുടെ റിസൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. മനസ്സിലായി? അതൊക്കെ ഈ പറയുന്ന CPOE കൊണ്ടുള്ള ഗുണങ്ങളാണ്, ആ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ വേണമെങ്കിൽ ഒന്ന് വായിച്ചു തരാം. An order for a laboratory test might trigger an alert to the provider that the test had already been ordered and the results are pending. അതിനിപ്പോ ചിലപ്പോ ഒരു പേഷ്യന്റിന്റെ എന്തെങ്കിലും കാര്യം ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കും. പക്ഷെ ആ ഓർഡർ കൊടുത്തിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കുന്ന ഓർഡർ പ്രകാരം ഇതുവരെ റിസൾട്ട് നമുക്ക് കിട്ടിയില്ല, റിസൾട്ട് പെൻഡിംഗ് ആണ്. The result is pending. The physician or the doctor cannot continue their treatment. അല്ലെ, ആ റിസൾട്ട് കിട്ടാത്തിടത്തോളം കാലം ആൾക്ക് ആ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് പെൻഡിംഗ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ അവരോട് നേരിട്ട്, വേറെ ആരും വഴിയൊന്നുമല്ല, ത്രൂ അല്ല, അത് നേരിട്ട് ഈ പറയുന്ന സിസ്റ്റം വൈസ് തന്നെ അവരോട് കാര്യങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ട് ഇത് തന്നില്ല, പെട്ടെന്ന് തരട്ടതല്ലേ എന്നൊക്കെ ഉള്ളത് അവരെ എന്താ പറയാ അവരോട് ചോദിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ. അപ്പൊ ആളെ വിട്ടു അന്വേഷിച്ചു എന്താണ് റിസൾട്ട് ആയില്ലേ, സമയമെടുക്കും. അപ്പൊ അതുകൊണ്ട് ആ സമയമൊക്കെ നമുക്ക് വേസ്റ്റ് ആക്കാതെ പെട്ടെന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ ഈ ഒരു CPOE കൊണ്ട് പറ്റുന്നുണ്ട്.
വേറൊരു ഇതുകൂടി പറഞ്ഞിട്ട് എന്താ പറയാ എക്സാമ്പിൾ an order for a drug to which a patient is allergic might trigger an alert warning to the provider of an alternative drug. ഇപ്പൊ ഏതെങ്കിലും ഒരു പേഷ്യന്റ് ഏതെങ്കിലും ഒരു ഡ്രഗ് ഒരു മരുന്ന് അലർജിക് ആണ്, അപ്പൊ അതിന് പകരം ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മരുന്ന് വേഗം അത് അലർജിയാണ്, അതുകൊണ്ട് വേറെ ഒരെണ്ണം പ്രൊവൈഡ് ചെയ്യണം, അത് വേഗം തന്നെ ഫാർമസിയിലേക്കോ മറ്റു ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് CPOE കൊണ്ടുള്ള ഗുണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. മനസ്സിലായോ? അപ്പൊ ഡിസിഷൻ മേക്കിങ്ങിന് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കുറെ സമയം വൈകാൻ പറ്റില്ല, അപ്പൊ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Decision making capabilities make the EHR much more advanced than a digital version of paper records. Paper medical റെക്കോർഡുകൾക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾക്ക് ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? പിന്നെ മാത്രമല്ല EHR ഇലക്ട്രോണിക് അതും ഓരോ എക്സാമ്പിൾസ് കൊടുത്തേക്കുന്നതാണോ. So it also reminds the clinician that the patient is allergic to a particular medicine and two medications which cannot be taken with the combination. ചില മരുന്ന് ആ മരുന്നിലൂടെ വേറൊരു മരുന്ന് കൂട്ടി കഴിക്കാൻ പറ്റില്ല, അത് ചിലപ്പോൾ ആൾക്ക് അലർജി കണ്ടീഷൻ ഉണ്ടാക്കും. അപ്പൊ അതിനൊക്കെ ഉള്ള തീരുമാനം പെട്ടെന്ന് എടുക്കാനായിട്ടൊക്കെ ഈ പറയുന്ന EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഹെൽപ്പ് ചെയ്യുന്നത്. ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സാമ്പിൾ ഒരു സാധനം കാണിച്ചിട്ടുണ്ട് ഇവിടെ, ആവശ്യമില്ല, അത് അലർജിക് ആണ് ഇന്നതിന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി whatever it may be, എന്തൊക്കെയാണെങ്കിലും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്തിനു വേണ്ടിയിട്ടാണ്? The use of electronic health record എന്ന് പറയുന്നത് to improve the nation's health. ആ രാജ്യത്തുള്ള ഓരോ സ്ഥലത്തെയും അവിടുത്തെ ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് ഒരു എന്താ പറയാ പ്രത്യേക രീതിയിലുള്ള ഹെൽത്ത് കെയർ കൊടുക്കുക. നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളുടെ ഹെൽത്തോടും കൂടി ഓരോരുത്തർക്കും വേണ്ട എന്താ പറയാ മരുന്ന് രീതി ആയിക്കോട്ടെ, അങ്ങനെ എന്തിനും ഒരു പ്രത്യേക കാര്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പോളിസി, ഒരു ഗൈഡ് ലൈൻ, അതാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. സോ ഹൗ ടു യൂസ് ദിസ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഇതൊരു ടെക്നോളജിയാണ്. നേരത്തെ ഉള്ള രീതികളിൽ നിന്ന് ഈ പുസ്തകങ്ങളൊക്കെ എടുത്ത് അതുപോലെ തന്നെ ഫയലുകളൊക്കെ എടുത്ത് തിരിച്ചും മറിച്ചും അവിടെ എന്താണ് അതൊക്കെ ഭയങ്കര പാടാണ്, ഒത്തിരി അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. സോ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇലക്ട്രോണിക് ഡിവൈസിൽ ഉപയോഗിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. സോ അതെന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? യൂസ് ഓഫ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെ ടെക്നോളജി എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് കുറച്ച് പോയിന്റ് അവിടെ തന്നിട്ടുണ്ട്. ആ പോയിന്റ് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. use of electronic health record technology as a strategy to improve the nation's health and outcome policy priorities. എന്തിനാണ് മുൻഗണന നൽകുന്നത് ഈ പറയുന്ന EHR? ഒന്ന്, improve health care quality, safety and efficiency. അത്രേ ഉള്ളൂ കേട്ടോ, reduce health വേണ്ട, അത്രേ ഉള്ളൂ. improve health care quality, safety and efficiency. ആരോഗ്യം സംരക്ഷിക്കുക, അല്ലെങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ ക്വാളിറ്റി മാനേജ് ചെയ്യുക, പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങൾക്ക് ക്വാളിറ്റി കൂടി കീപ്പ് ചെയ്യണം. മനസ്സിലായോ? കൊടുക്കുന്ന സേവനം ഗുണമേന്മയുള്ളതായിരിക്കണം, അതുപോലെ തന്നെ സേഫ്റ്റി സുരക്ഷിതമായിരിക്കും, എഫിഷ്യന്റും ആയിരിക്കും. സോ ടു ഇംപ്രൂവ് ഹെൽത്ത് കെയർ ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് എഫിഷ്യൻസി, അതിന് EHR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻഗേജ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് ഇൻ ദെയർ ഹെൽത്ത് കെയർ. അതായത് ഈ ഇൻഫോർമേഷൻസ് നമുക്ക് അവിടെ സേവ് ചെയ്ത് വെച്ചാൽ നമ്മൾ ചെന്നിരിക്കുമ്പോ ഇന്നതാണ് അസുഖം ചില ആ സിസ്റ്റത്തിൽ നമ്മളെ കാണിച്ചു തരാറുണ്ട്, ഇല്ലേ? കാണിക്കാറുണ്ടോ? എല്ലാത്തിനും അല്ല, ചില കാര്യങ്ങൾ അവര് ഇപ്പൊ നമ്മളുടെ ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ റേഡിയോളജി നടത്തി, അല്ലെങ്കിൽ മറ്റൊരു സ്കാനിങ് നടത്തി, അതിന്റെ റിപ്പോർട്ട് നമുക്ക് ഇവിടെ ഈ സ്ക്രീനിൽ നമുക്ക് അവിടെ ഇമേജസ് ആയിട്ട് കാണിച്ചു നമുക്ക് അവര് അതിനെ കുറിച്ച് മനസ്സിലാക്കി തരാറുണ്ട്. അപ്പൊ പേഷ്യൻസിനും കൂടി ആ ഒരു ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ, എൻഗേജ് ചെയ്യിപ്പിക്കാൻ EHR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? മനസ്സിലായി? എൻഗേജ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് ഇൻ ദെയർ ഹെൽത്ത് കെയർ. മനസ്സിലായോ? ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ, അതായത് കൊടുക്കുന്ന കെയർ കോർഡിനേറ്റ് ചെയ്യാൻ. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് കെയർ എവിടെ നിന്നൊക്കെ കിട്ടാം? ഡോക്ടറിൽ നിന്ന് കിട്ടും, അല്ലെ? ലാബിൽ പോയി അവിടെ നിന്ന് കിട്ടണം, സർജറി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടണം, ഹോസ്പിറ്റലിൽ പല സ്ഥലത്ത് അതെല്ലാം ഏകീകരിക്കാൻ അതും EHR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ റിസൾട്ട് ലാബിൽ നിന്നുണ്ടാകാം,
ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിനും സജഷൻസും ഒക്കെ ഉണ്ടായിരിക്കാം, ഫാർമസിയിൽ നിന്ന് കളക്ട് ചെയ്ത മരുന്ന്. അപ്പൊ അവിടെയൊക്കെ റെക്കോർഡ് ഉണ്ട്. അതൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും EHR പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ എല്ലാം കൂടി ഒറ്റതിൽ ആളുടെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെ കിട്ടും. ഇംപ്രൂവ് പോപ്പുലേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത്, പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുക, പോപ്പുലേഷന്റെ എന്താ പറയാ നമ്മുടെ ജനങ്ങളുടെയൊക്കെ പോപ്പുലേഷനും ആരോഗ്യവും മെച്ചപ്പെടുത്തുക. അതാണ് മറ്റൊരു എന്താ പറയാ പ്രയോറിറ്റി. അതിനുകൂടി വേണ്ടിയിട്ടാണ് EHR കീപ്പ് ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ചില എപ്പിഡമിക്സ്, ചില പകർച്ചവ്യാധി രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുമ്പോൾ അതിന്റെയൊക്കെ റെക്കോർഡ് ഇവിടെ ഉണ്ടാകുമല്ലോ. അപ്പൊ അതിന് അഗേൻസ്റ്റ് ആയിട്ട് എന്ത് മെഡിസിൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം, ഇനി അത് വരാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യാൻ അത്തരം പ്രിക്കോഷൻസ് എങ്ങനെ എടുക്കാം. അപ്പൊ അവിടുത്തെ ഈ പറയുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. എന്ത് മരുന്നാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. അപ്പൊ അതിനെക്കുറിച്ച് റിസർച്ച് ഒക്കെ നടത്തി കഴിഞ്ഞാൽ they can understand how to prevent such diseases. ഇനിയും വരും കൊല്ലങ്ങളിലൊക്കെ ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്ത് പ്രിക്കോഷൻസ് എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. അതാണ് പബ്ലിക്കിന്റെ ഹെൽത്ത് ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത് കുറച്ച് ആളുകൾക്ക് അസുഖം വന്നു, അതങ്ങോട്ട് പടർന്ന് പന്തലിച്ച് അങ്ങോട്ട് ഫുള്ള് നാശാകുന്നത് വരെ നിൽക്കാൻ പറ്റുമോ? ഹോസ്പിറ്റൽസ് ക്യാൻ ടേക്ക് സച്ച് ഇനീഷ്യേറ്റീവ്. അപ്പൊ അവിടുത്തെ ആ ഒരു വന്ന പേഷ്യൻസിന്റെ റെക്കോർഡുകൾ നോക്കി അതിനെന്താണ് ഒരു പൊതുവായ കാര്യം കണ്ടെത്താൻ സാധിച്ചത്, ആൻഡ് അതിന് എന്ത് മരുന്ന് കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാം, അല്ലെങ്കിൽ വന്നവർക്ക് ആ രോഗം ഭേദമാക്കാനോ ഇനി വരാതിരിക്കാനായിട്ട് മറ്റുള്ളവരെ അതിൽ നിന്ന് രക്ഷിക്കാനും അതൊക്കെ റിസർച്ച് നടത്തിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എൻഷുർ ആഡക്വേറ്റ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓഫ് പേഴ്സണൽ ഹെൽത്ത് ഇൻഫർമേഷൻ. രോഗികളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഇത് രോഗത്തെ സംബന്ധിക്കുന്ന ചില വ്യക്തിപരമായ ഡാറ്റാസ് ഒക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം. അത് അതിന്റെ പ്രൈവസി കീപ്പ് ചെയ്യും. എല്ലാവർക്കും വരുന്നവർക്കും ഓരോന്നും ഡീറ്റെയിൽസ് വ്യക്തിപരമായിട്ടുള്ളത്, വ്യക്തി സംബന്ധിതമായ കാര്യങ്ങൾ അങ്ങനെ മറ്റുള്ളവർക്ക് പബ്ലിഷ് ചെയ്യാതെ സൂക്ഷിക്കാനൊക്കെ EHR ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വന്നു പോകുന്നവർക്കൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആരാണോ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് they have to understand. അവർക്ക് മാത്രം മനസ്സിലായാൽ മതി. ക്ലിയർ ആയോ? മനസ്സിലായോ? Yes. ഇനി so in order to attain the goals, അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള എന്താ പറയാ ഓർഗനൈസേഷൻ എത്രത്തോളം പേഷ്യൻസ് കെയർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, എത്ര ക്വാളിറ്റി പേഷ്യന്റ് കെയർ കൊടുക്കാനുണ്ടോ, they have some goal. അതിനെ സംബന്ധിക്കുന്ന ചില എയിം ഗോളൊക്കെ ഓരോ ലക്ഷ്യങ്ങളുണ്ടോ ഹോസ്പിറ്റൽസിന്. സോ അവരുടെ എന്താ പറയാ ഹെൽത്ത് കെയറുമായിട്ട് മാനേജ് ചെയ്യാനായിട്ട്, മാത്രമല്ല പേഷ്യൻസിന് സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് നമുക്ക് എങ്ങനെയാണ് അത് കീപ്പ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നത്. ടു അച്ചീവ് ദാറ്റ് ഗോൾ ആൻഡ് ഓൾസോ ടു എൻകറേജ് പേഷ്യന്റ് ഇൻവോൾവ്മെന്റ്. പേഷ്യൻസിനെ കൂടി ഉൾപ്പെടുത്തി നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽസിന്റേതായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് ഹാവ് ടു ആക്സസ് ദെയർ ഇൻഫർമേഷൻ. കൃത്യമായിട്ട് പേഷ്യന്റിന്റെ റെക്കോർഡ് അവർക്ക് വേണം, അല്ലെ? അത് അവരുടെ ഒരു പേഷ്യന്റ് പോർട്ടൽ വഴിയാണ് അവരത് കീപ്പ് ചെയ്യുന്നത്. പേഷ്യന്റ് പോർട്ടൽ എന്ന പേരിലാണ് അത് കീപ്പ് ചെയ്യുക. എന്താണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്? പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞത് ഇറ്റ്സ് എ സെക്യൂർ വെബ്സൈറ്റ് ആണ്. എന്ന് വെച്ചാൽ പ്രൈവറ്റ് ആയിട്ടുള്ള, പ്രൈവസി വളരെയധികം കീപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ത്രൂ വിച്ച് പേഷ്യൻസ് ഇലക്ട്രോണിക്കലി ആക്സസ് ദെയർ മെഡിക്കൽ റെക്കോർഡ്സ്. പേഷ്യൻസിന് തങ്ങളുടെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ വളരെ ഈസി ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ സ്വകാര്യമായിട്ടൊക്കെ എന്താ പറയാ സന്ദർശിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന, സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ്, സെക്യൂർ വെബ്സൈറ്റ് ആണ്. എന്ന് വെച്ചാൽ വളരെ സെക്യൂർ ആയിട്ടുള്ള, വളരെ അധികം സെക്യൂരിറ്റിയുള്ള, സുരക്ഷിതത്വമുള്ള ഒരു വെബ്സൈറ്റ് ആണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പേഷ്യന്റ് പോർട്ടൽ വഴി പേഷ്യൻസ് ക്യാൻ കംപ്ലീറ്റ് എനി ഓൺലൈൻ ഫോംസ്, എന്തെങ്കിലും ഓൺലൈൻ ഫോമുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അയച്ചു കൊടുക്കാം. വെബ്സൈറ്റിൽ കൂടി അല്ലേ, അതായത് ഇങ്ങനെ പുറത്ത് എല്ലാവരും ഇരിക്കാനും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. പേഴ്സണൽ ആയിട്ട് കംപ്ലീറ്റ് ഫോംസ്, പിന്നെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യണമെങ്കിൽ അതും ഈ സൈറ്റിൽ കൂടി തന്നെ ചെയ്യാം. മറ്റ് ഏതെങ്കിലും പ്രൊവൈഡേഴ്സുമായിട്ടോ, ഇപ്പൊ ലാബുമായിട്ടോ ഫാർമസിയുമായിട്ടോ ഹോസ്പിറ്റൽസിലെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുമായിട്ട് they can communicate and also they can request their refills, അതായത് പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ ഫില്ല് ചെയ്ത് തരാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡോക്ടറോട് ചോദിക്കാം, അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. ടെസ്റ്റ് റിസൾട്ടുകൾ നമുക്ക് അതിൽ കൂടി തന്നെ റിവ്യൂ ചെയ്യാം. ആൻഡ് ഓൾസോ വി ക്യാൻ ഓൾസോ പേ അവർ ബിൽസ്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ബില്ലും നമുക്ക് ഇതിൽ കൂടി സെക്യൂർ ആയിട്ട് സുരക്ഷിതമായിട്ട് എന്താ പറയുക പേ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെല്ലാം പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ്, സെക്യൂർ വെബ്സൈറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? പേഷ്യന്റ് പോർട്ടൽ എന്ന് വിളിക്കാം. ക്ലിയർ ആയോ?
പേഷ്യന്റ് പോർട്ടൽ തുടങ്ങി അതിന്റെ പേ ബിൽസ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. പേഷ്യന്റ് പോർട്ടൽ ഒരു വെബ്സൈറ്റ് ആണ്, ഇലക്ട്രോണിക്കലി നമുക്ക് പേഷ്യൻസിന് അവരുടെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ ആക്സസ് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ്, സെക്യൂർഡ് വെബ്സൈറ്റ് ആണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. വായിച്ചു നോക്കാമോ? ആ സെന്റൻസ് രണ്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മളെ കുറിച്ചുള്ള ഓരോ പേഷ്യൻസിനും അവരുടെ മെഡിക്കൽ ഇൻഫോർമേഷൻസ് നമുക്ക് ആക്സസ് ചെയ്യാം എപ്പോ വേണമെങ്കിലും. അതുകൂടാതെ ഒരുപാട് ഫെസിലിറ്റീസും EHR കൊണ്ടുണ്ട്. നമുക്ക് നമ്മുടെ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാം. 2 ദിവസം കഴിഞ്ഞ് നമുക്കൊന്ന് ഡോക്ടറെ കാണാം. സോ നമുക്ക് ആ വെബ്സൈറ്റ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അഡ്മിഷൻ അല്ലെങ്കിൽ നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഉറപ്പാക്കാം. പിന്നെ നമുക്ക് മറ്റേതെങ്കിലും ഹോസ്പിറ്റൽസിനകത്ത് തന്നെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ വേണം, അത് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. നമ്മുടെ പ്രിസ്ക്രിപ്ഷൻസ് റീഫിൽ ചെയ്യാനായിട്ട് ഡോക്ടറോടോ ചോദിക്കാൻ പറ്റും. അങ്ങനെ ടെസ്റ്റ് റിസൾട്ടുകൾ റിവ്യൂ ചെയ്യാൻ പറ്റും, ബില്ല് പേ ചെയ്യാൻ പറ്റും. എന്നൊക്കെ പോർട്ടൽ കൊണ്ട് സാധിക്കുന്നതാണ് പേഷ്യന്റ് പോർട്ടൽ. അതായത് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, റിപ്ലൈ ചെയ്യണം, ഒന്ന് വായിച്ചു നോക്കുക. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ, കീ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്. വാട്ടെവർ ഇറ്റ് മേ ബി, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും ഒരുപാട് അഡ്വാൻസ്മെന്റും ഹോസ്പിറ്റൽ മേഖലയിൽ വന്നിട്ടുണ്ടെങ്കിലും there are some issues or challenges faced. ഹെൽത്ത് കെയർ സിസ്റ്റം ഇപ്പോഴും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് they face many issues and challenges. ഇപ്പോഴും ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. നമ്മുടെ ഇത്രയൊക്കെ ഇലക്ട്രോണിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഒക്കെ വന്നിട്ടും ഒരുപാട് ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അത് അത്തരം ഇഷ്യൂസ് അല്ലെങ്കിൽ ചലഞ്ചസ് പ്രധാനമായിട്ടും ചില കാര്യങ്ങളിൽ ബേസ് ചെയ്തിട്ടാണ്. അത് എന്ന് പറയുന്നത് ഇന്റർഓപ്പറബിലിറ്റി, യൂസബിലിറ്റി, ഹെൽത്ത് IT, സേഫ്റ്റി. പ്രധാനമായിട്ട് ഈ 3 രീതിയിൽ നോക്കുമ്പോൾ ഒരുപാട് ഇഷ്യൂസും ചലഞ്ചസും ഇന്നും ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ്? ഇന്റർഓപ്പറബിലിറ്റി, യൂസബിലിറ്റി ആൻഡ് ഹെൽത്ത് IT, സേഫ്റ്റി. വലിയൊരു കാര്യമൊന്നുമല്ല കേട്ടോ. ഇന്റർഓപ്പറബിലിറ്റി ഒന്നാമത്തേത്. ഇന്റർഓപ്പറബിലിറ്റി എന്താണ്, ആ ടേംസ് എന്താണ് നമുക്കൊന്ന് ആദ്യം അറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കണം. ഒരുപാട് അഡ്വാൻസ്മെന്റ് ഉണ്ട്. ഇലക്ട്രോണിക്കലി നമുക്ക് പേഷ്യൻസിന്റെ എല്ലാ ഡാറ്റാസും നമ്മൾ സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് ആവശ്യക്കാർക്കൊക്കെ അതിന്റെ സീക്രസി, അതിന്റെ സ്വകാര്യത നഷ്ടപ്പെടാതെ തന്നെ നമ്മൾ സ്വീകരിച്ച് പ്രൊവൈഡ് ചെയ്യുന്നത് വാട്ടെവർ ഇറ്റ് മേ ബി. എങ്കിലും there are some issues or challenges faced by hospitals and health care institutions. അത് പ്രധാനമായിട്ട് ഈ 3 കാര്യത്തിലാണ്. ഏതൊക്കെയാ? ഇന്റർഓപ്പറബിലിറ്റി, യൂസബിലിറ്റി ആൻഡ് ഹെൽത്ത് IT, സേഫ്റ്റി. What is interoperability? Interoperability എന്ന് പറയുന്നത് ഒരു ഡെഫിനിഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. It's the ability of a system to exchange electronic health information with and use electronic health information from other systems without special effort on the part of the user. എന്താണ് ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറയുന്നത്? ഒരു സിമ്പിൾ ആയിട്ടുള്ള ടേംസ് എന്ന് പറഞ്ഞത് ടീംസ് എന്നാണ് നടക്കുന്നത്. സിമ്പിൾ ടേംസ് എന്നാണ് TERMS. എന്നാണൊന്നും നോക്കിയിട്ട് നിങ്ങളുടെ is the ability of a system to exchange. അതായത് ഇപ്പൊ എനിക്ക്
എന്താ പറയാ, ഞാനിപ്പോ ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഡാറ്റ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഹാൻഡ് ഓവർ ചെയ്തു, മീൻസ് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഉള്ള ഒരാള് വേറൊരു ആൾക്ക് ആ ഇൻഫോർമേഷൻ, ഹെൽത്ത് കെയറുമായിട്ടുള്ള ആ ഇലക്ട്രോണിക് ഇൻഫോർമേഷൻ ഹാൻഡ് ഓവർ ചെയ്യണം, എന്നിട്ട് അവർക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പൊ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് നമുക്ക് ഇങ്ങോട്ടേക്കാണെങ്കിലും ഇൻഫോർമേഷൻ നമുക്ക് ഇങ്ങോട്ട് കിട്ടണം. പക്ഷെ അത് യൂസർക്ക് വലിയ എഫേർട്ട് ഇല്ലാതെ, യൂസർ എന്ന് പറഞ്ഞാൽ ആരാ, ഉപയോഗിക്കുന്ന ആള്, അത് വലിയ എഫേർട്ട് ഇല്ലാതെ എന്താ പറയാ അത് കിട്ടണം. അങ്ങനെ കിട്ടുന്നതിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റൽസ് ഫേസ് ചെയ്യാറുണ്ട്. ശരിക്കും എനിക്ക് വേണ്ട ഇൻഫോർമേഷൻ മറ്റൊരാളിൽ നിന്നോ മറ്റൊരാൾക്ക് വേണ്ടത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇന്റർഓപ്പറബിലിറ്റി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിച്ചും നടത്തുന്ന ചില ഓപ്പറേഷൻസ്. പക്ഷെ അത് ചിലപ്പോഴൊക്കെ പാളിപ്പോകാറുണ്ട്. യൂസർക്ക് അവർക്ക് വേണ്ട രീതിയിൽ അവർക്കത് ചിലപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര രീതിയിൽ ഇൻഫോർമേഷൻസ് ലഭ്യമാകാതെയോ വരുന്ന അവസ്ഥയ്ക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് അവര് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഡാറ്റാസ് അവർക്ക് കിട്ടുമ്പോൾ അതെങ്ങനെ ഉപയോഗിക്കും, ആ ഡാറ്റ അതെങ്ങനെയാണ്. അപ്പൊ യൂസർക്ക് അത് ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ ഈ സ്പെഷ്യൽ എഫേർട്ട് ഒന്നും എടുക്കാതെ അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അവർക്ക് സാധ്യമാകുന്നില്ല. അവർക്ക് they have to take some more effort. കൂടുതൽ എഫേർട്ട് എടുത്തിട്ടാണ് അത്തരം ഇൻഫോർമേഷൻസ് ചിലപ്പോൾ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്തതോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടിയതോ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും. അതാണ് ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? It is the ability of a system to exchange electronic health information with ഇവിടെയുള്ള ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ അങ്ങോട്ടേക്കും ആൻഡ് യൂസ് ഓഫ് ഇലക്ട്രോണിക് ഹെൽത്ത് ഇൻഫോർമേഷൻ ഫ്രം അതർ സിസ്റ്റം, മറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കിട്ടാനോ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് കിട്ടണം. അതാണ് ഇന്റർഓപ്പറബിലിറ്റി. അതിനെയാണ് നമ്മൾ ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അതിന് കുറെ എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട് യൂസർ. എനിക്കത് കിട്ടാൻ ലഭ്യമാകാൻ ഒത്തിരി ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും ചിലപ്പോ ഫംഗ്ഷൻ ചെയ്യാത്തതാകാം, അല്ലെങ്കിൽ ആ കിട്ടുന്ന ഡാറ്റാസ് പോരാതെ വന്നതാകാം, അങ്ങനെ പലതും. അതാണ് ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്യണം. എന്താണ് ഇന്റർഓപ്പറബിലിറ്റി ചോദിക്കാറുണ്ട്. എന്താണെന്നല്ല, അതിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അണ്ടർലൈൻ ചെയ്യാമോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്ന ഇൻഫോർമേഷൻസിൽ വരുന്ന ചില അപാകതകളാണ്. ചിലർക്ക് എഫേർട്ടൊന്നും ഇല്ലാണ്ട് അവര് ഡാറ്റ കിട്ടണം, പക്ഷെ അത് സാധ്യമാകുന്നില്ല പല കാര്യങ്ങൾ കൊണ്ട്. ആ പല കാര്യങ്ങളുടെ കാര്യം പറയുന്നുണ്ട്, ബാരിയേഴ്സ് ഓഫ് അല്ലെങ്കിൽ ബാരിയേഴ്സ് ടു ഇന്റർഓപ്പറബിലിറ്റി. എന്തുകൊണ്ടാണ് ഇന്റർഓപ്പറബിലിറ്റി വരാത്തത്, സാധ്യമാകാത്തത്, അതിന് വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? 5 പോയിന്റ് കൊടുത്തിട്ട് 5 പോയിന്റ് നമ്മൾ അടുത്ത ദിവസം എടുക്കുന്നുള്ളൂ. ചെയ്തില്ലേ? ഓക്കെ, അവിടെ വരെ വായിച്ചൊക്കെ നോക്കിയിട്ട് വരാം കേട്ടോ. മറ്റേ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അണ്ടർലൈൻ ചെയ്ത ഭാഗം മാത്രം നിങ്ങൾ കാണാതെ പഠിച്ചാൽ, കാണാതെ മീൻസ് കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത ഒരു ക്ലാസ് കൊണ്ട് നമ്മളുടെ തീരും ഏകദേശം അല്ലേ? MIS എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, പഠിക്കേണ്ട ആവശ്യം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ട് വരാം. മിക്കവാറും ഈ ഒരു വീക്ക് കൊണ്ട് ഏകദേശം പോർഷൻസ് കംപ്ലീറ്റ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും. ആണോ? ഓക്കെ, സോ നമുക്ക് പരീക്ഷയോട് അടുത്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കറിയാം തീരാറാകുമ്പോഴേക്കും. അപ്പൊ അതുകൊണ്ട് സമയം വെച്ച് വായിച്ചൊക്കെ നോക്കാം കേട്ടോ. സോ സീ യു, അടുത്ത ദിവസം കാണാം. താങ്ക് യു.